ഒരു നീല ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കാണാം. യാതൊരു കുഴപ്പവും പറ്റാതെ കാത്തു സൂക്ഷിച്ചു. ലോകത്തിലെ ഏതൊക്കെ രാജ്യത്ത് അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങളുടെ പാഠപുസ്തകം വസിച്ചാലും നാഥ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ? എല്ലാവരും നല്ല സന്തോഷത്തോടെ ആയിരിക്കുന്നത്. നമ്മളിന്ന് ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 5-ാമത്തെ പാഠമായിരുന്നു. 5-ാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രവർത്തനമൊക്കെ നിങ്ങൾ ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുത്തായിരുന്നല്ലോ. എല്ലാവരും കൊടുത്തിട്ടുണ്ടല്ലേ? കൊള്ളാം, നല്ല കുട്ടികളാണ് എല്ലാവരും. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗത്തിൻ്റെ തന്നെ തുടർച്ചയായ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാകുവാൻ, നമ്മുടെ ഹൃദയത്തിൽ പതിയുവാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഭാരതസഭയെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും നന്നായി മനസ്സിലാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് പോർച്ചുഗീസുകാരുടെ വരവ് എന്ന ഭാഗമൊക്കെ ആയിരുന്നു. വാസ്കോഡ ഗാമ വന്നതും കൊല്ലം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അദ്ദേഹം രാജാവിനോട് ഇടപെട്ടതെല്ലാം നമ്മൾ പഠിച്ചു. ഇന്ന് അതേ തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ, ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ മിഷൻ പ്രവർത്തനങ്ങൾ, അവർ ഇവിടെ ചെയ്ത, ഭാരതത്തിൽ അവർ ചെയ്ത സേവനങ്ങളെക്കുറിച്ചും അവരുടെ സ്വാധീനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഫ്രാൻസിസ്കൻ സഭയുടെ സംഭാവനകളെക്കുറിച്ച്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ഫ്രാൻസിസ്കൻ സന്യാസിമാരായിരുന്നു. 16-ാം നൂറ്റാണ്ടോടുകൂടെ, പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം 16-ാം നൂറ്റാണ്ടോടുകൂടെ ഭാരതത്തിലെ മിഷൻ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോയി. അന്ന് അതിൽ ഏറ്റവും മുമ്പിൽ നിന്ന് അല്പം മുമ്പ് പറഞ്ഞു ഫ്രാൻസിസ്കൻ സന്യാസിമാരായിരുന്നു. പിന്നീട് ഡൊമിനിക്കൻ സന്യാസിമാർ, അഗസ്റ്റീനിയൻ സന്യാസിമാർ, ജെസ്യൂട്ട് വൈദികർ, ഇവരെല്ലാം ഭാരതത്തിൽ ഒത്തിരിയേറെ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് ചരിത്രപരമായ പ്രകടമായ തെളിവുകളുള്ളത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അതിലൊന്ന് 1541 കൊടുങ്ങല്ലൂരിൽ സ്ഥാപിതമായ സുറിയാനി റീത്തിൽപ്പെട്ട വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സെമിനാരി ആയിരുന്നു. അത് സ്ഥാപിച്ചത് ഫ്രാൻസിസ്കൻ സന്യാസിയായ വിൻസെൻ്റ് ലാഗോസ് എന്ന സന്യാസിയായിരുന്നു. 1518 കൊച്ചിയിൽ സ്ഥാപിതമായ സന്ത് അന്തോണിയോ എന്ന സ്ഥാപനവും ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട പ്രകടമായ തെളിവുകളാണ് ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ പ്രവർത്തനങ്ങൾക്കുള്ള തെളിവുകൾ. പോർച്ചുഗീസുകാരുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഗോവയിലായിരുന്നു. എവിടെയായിരുന്നു? ഗോവയിൽ. ഗോവയായിരുന്നു പോർച്ചുഗീസ് മിഷണറിമാരുടെ കേന്ദ്രമായിട്ടുണ്ടായിരുന്നത്. 1534 ഗോവ രൂപത സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് അത് അതിരൂപതയായി ഉയർത്തപ്പെട്ടു. ഗോവയുടെ ആർച്ച് ബിഷപ്പ് കിഴക്കിൻ്റെ പാത്രിയാർക്കീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്തായിരുന്നു? കിഴക്കിൻ്റെ പാത്രിയാർക്കീസ്. കാരണം ഭാരതം ഉൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളുടെ ആത്മീയ പാലകനായിരുന്നു അദ്ദേഹം.
പിന്നീട് 1557 ഫെബ്രുവരി 4 കൊച്ചി രൂപത സ്ഥാപിക്കപ്പെട്ടു. എന്നായിരുന്നു? 1557 ഫെബ്രുവരി 4 എവിടെയായിരുന്നു? നമ്മുടെ കേരളത്തിലെ കൊച്ചി രൂപത സ്ഥാപിക്കപ്പെട്ടു. പദ്രുവാദയുടെ കീഴിൽ ആരംഭിക്കുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ രൂപതയും കേരളത്തിലെ ആദ്യത്തെ രൂപതയുമായിരുന്നു കൊച്ചി രൂപത. എന്താണ് പദ്രുവാദോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കുമല്ലേ കേൾക്കുന്നത്. പദ്രുവാദോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അധികാരമായിരുന്നു. റോം പോർച്ചുഗീസ് രാജാവിന് കൊടുത്തൊരു അധികാരമായിരുന്നു. പോർച്ചുഗീസ് രാജാവ് ലോകത്തിലെ ഏതൊക്കെ രാജ്യത്ത് അവരുടെ അധികാരം സ്ഥാപിക്കുന്നുവോ അവിടെ രൂപതകൾ സ്ഥാപിക്കുവാനും മെത്രാന്മാരെ നിയമിക്കുവാനുമുള്ള അധികാരം പങ്കുവെച്ച് കൊടുത്തിരുന്നതിനെയാണ് എന്തു പറഞ്ഞിരുന്നത്? പദ്രുവാദോ എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ പദ്രുവാദോ അധികാരത്തിൻ്റെ കീഴിൽ ഇന്ത്യയിൽ വന്ന രണ്ടാമത്തെ രൂപതയായിരുന്നു ഏത്? കൊച്ചി രൂപത. അപ്പോൾ ആദ്യത്തേത് ഏതാ? ആദ്യത്തേതായിരുന്നു ഗോവ അതിരൂപത. അപ്പോൾ അങ്ങനെ കൊച്ചി രൂപത ഇന്ത്യയിലെ രണ്ടാമത്തെയും കേരളത്തിലെ ഒന്നാമത്തെയും പദ്രുവാദോയുടെ കീഴിലുള്ള രൂപതയായിട്ട് മാറി. കൊച്ചി രൂപതയുടെ ആരംഭത്തോടുകൂടെ കേരള സഭയ്ക്ക് റോമിൽ പ്രത്യേകം അംഗീകാരവും സ്ഥാനവും കിട്ടുകയുണ്ടായി. കേരള സഭ അവിടെ കൂടുതൽ അംഗീകരിക്കപ്പെടുകയുണ്ടായി. ബംഗാൾ മുതലുള്ള തീരപ്രദേശങ്ങളും ഇന്നത്തെ ശ്രീലങ്ക അന്നറിയപ്പെട്ടിരുന്നത് സിലോൺ എന്നായിരുന്നു. സിലോണും ബർമയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളും കൊച്ചി രൂപതയുടേതായിട്ട് മാറി. പിന്നീട് കണ്ണൂർ മുതൽ കന്യാകുമാരി വരെയും ബംഗാൾ മുതൽ തമിഴ്നാട് വരെയുള്ള ഭാഗങ്ങൾ കൊച്ചി രൂപതയുടെ ആത്മീയ പാലനത്തിൻ്റെ ഉള്ളിലായി പുനർനിർമ്മിക്കപ്പെട്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിൽ നടത്തിയ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ആരാണ്? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹം ജനിച്ചത് സ്പെയിനിലെ നവാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയായിരുന്നു? സ്പെയിനിലെ നവാറ എന്ന് പറയുന്ന സ്ഥലത്ത്. അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹം പാരീസ് സർവകലാശാലയിൽ പ്രൊഫസറായിരിക്കെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിലാണ് അദ്ദേഹം കർത്താവിൻ്റെ ശുശ്രൂഷകനായിട്ട്, മിഷണറി ആയിട്ട് അദ്ദേഹം മാറുന്നത്. പോർച്ചുഗീസ് രാജാവ് ഇഗ്നേഷ്യസ് ലയോളയോട് അഭ്യർത്ഥിച്ചത് പ്രകാരം ഭാരതത്തിലേക്ക് മിഷണറിമാരെ അയക്കണം എന്ന് ഇഗ്നേഷ്യസ് തീരുമാനിക്കുകയും ഫ്രാൻസിസ് സേവ്യറിനോട് ഭാരതത്തിലേക്ക് പോകുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട യാത്രയിലൂടെ, ഒത്തിരി നാളുകൾ നീണ്ട യാത്രയിലൂടെ ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ഭാരതസഭയുടെ ഏറെക്കുറെ ഭാഗങ്ങളിലേക്കെല്ലാം മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച്, കൊല്ലം മുതലുള്ള ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ച് അനേകം മുക്കുവ പരവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ജ്ഞാനസ്നാനം കൊടുത്ത് സഭാമക്കളാക്കി മാറ്റുകയും ചെയ്തു. 10,000-ലേറെ വിശ്വാസികളാണ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ചത്. അങ്ങനെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ നടത്തുകയുണ്ടായി. അദ്ദേഹം തമിഴ്നാടിൻ്റെ പ്രദേശമായ നാഗർകോവിലിൽ കോട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുകയും അവിടെ നിന്ന് അനേകം മിഷൻ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും ചെയ്തു. വിശ്വാസം സ്വീകരിച്ചവർക്ക് ശരിയായ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ, മതബോധനം നൽകുവാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചു. അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമായിരുന്നു ഡോക്ട്രീന ക്രിസ്താം. എന്തായിരുന്നു? ഡോക്ട്രീന ക്രിസ്താം എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടേതാണ്? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെതാണ്. പിന്നീട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം, തിരുവിതാംകൂർ രാജാവിനെ പാണ്ടിപ്പട ആക്രമിക്കാൻ വന്നു. പാണ്ടിപ്പട ആക്രമിക്കാൻ വന്നിട്ട് തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫ്രാൻസിസ് സേവ്യറും അദ്ദേഹത്തിൻ്റെ അനുയായികളും മരക്കുരിശുമേന്തി ഈ യുദ്ധമുഖത്തേക്ക് പുറപ്പെട്ടു.
എങ്ങനെയാണ് പുറപ്പെട്ടത്? മരക്കുരിശുമേന്തി യുദ്ധമുഖത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഫ്രാൻസിസിനെയും അനുയായികളെയും കണ്ടപ്പോൾ, ഈ മരക്കുരിശുമേന്തി വരുന്ന വിശുദ്ധ ഫ്രാൻസിസിനെയും അനുയായികളെയും കണ്ടപ്പോൾ പാണ്ടിപ്പട ഭയപ്പെടുകയും അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂർ രാജ്യം യാതൊരു കുഴപ്പവും പറ്റാതെ കാത്തു സൂക്ഷിച്ചു. അതിന് ഫ്രാൻസിസ് സേവ്യറാണ് മുന്നിൽ നിന്നത് എന്ന് തിരുവിതാംകൂർ രാജാവ് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് ഒരു ബഹുമതി നൽകുകയും ചെയ്തു. എന്ത് ബഹുമതിയായിരുന്നെന്നറിയാമോ? അദ്ദേഹത്തെ ഒരു പേര് വിളിച്ചു, ഒരു വലിയ പേര് നൽകി വിളിച്ചു. എന്തായിരുന്നു ആ പേര്? വലിയ കപ്പിത്താൻ എന്നായിരുന്നു. എന്തായിരുന്നു? വലിയ കപ്പിത്താൻ എന്ന പേര് നൽകി ഫ്രാൻസിസ് സേവ്യറിനെ ആരായിരുന്നു കൊടുത്തത്? തിരുവിതാംകൂർ രാജാവ്. അങ്ങനെ ഭാരതത്തിൻ്റെ അദ്ദേഹം നടത്തിയ മിഷൻ പ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് ഭാരതത്തിൻ്റെ രണ്ടാം അപ്പോസ്തലൻ എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ വിശേഷിപ്പിക്കുന്നത്. എത്രാമത്തെ അപ്പോസ്തലൻ എന്നാണ്? രണ്ടാമത്തെ അപ്പോസ്തലൻ എന്ന്. ഒന്നാമത്തെ അപ്പോസ്തലൻ ആരായിരുന്നു? വിശുദ്ധ തോമസ് അപ്പോസ്തലൻ. എന്നാൽ ഫ്രാൻസിസിനെ ആ സ്ഥാനം നൽകിയാണ്, രണ്ടാം അപ്പോസ്തലൻ എന്ന സ്ഥാനമാണ് ഭാരതസഭ അദ്ദേഹത്തിന് നൽകുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ഒത്തിരി സ്ഥലങ്ങളിൽ, പാകിസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന അവിടങ്ങളിലെല്ലാം മിഷൻ പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധ ഫ്രാൻസിസ് ഇറങ്ങി പുറപ്പെട്ടു. അദ്ദേഹം ജപ്പാനിലും അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ കണ്ടതാണ്. മിഷൻ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ജപ്പാനിൽ നിന്നും ചൈനയിലേക്കുള്ള മാർഗമധ്യേ അദ്ദേഹം സാഞ്ചിയൻ എന്ന ദ്വീപിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഏത് ദ്വീപിൽ വെച്ചാണ്? സാഞ്ചിയൻ എന്ന ദ്വീപിൽ വെച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കർത്താവിൽ നിദ്ര പ്രാപിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ഭാരതസഭയിൽ വളരെ വലുതാണ്, ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നതുമാണ്. ഇനി പാഠപുസ്തകത്തിലെ 53-ാമത്തെ പേജിൽ ഒരു നീല ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കാണാം. ഭാരതസഭയുടെ താരങ്ങൾ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഭാരതത്തിലേക്ക് വന്ന മിഷണറിമാരും അതുപോലെ തന്നെ കർത്താവിൻ്റെ സുവിശേഷം ജീവിതത്തിലൂടെ പ്രഘോഷിച്ച ഭാരതമണ്ണിൻ്റെ മക്കളും, അവരിൽ ചിലരുടെ പേരുകൾ വാഴ്ത്തപ്പെട്ടത് എന്നാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ അവരിൽ പലരും ഇപ്പോൾ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സാറത് വായിക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ അതിനനുസരിച്ചുള്ള തിരുത്തലും കൂടെ വരുത്തുക. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഗൊൺസാലോ ഗാർസിയ, വിശുദ്ധ ഫ്രാൻസിസ് ഗാർഷിയ, വിശുദ്ധ ജോൺ ബ്രിട്ടോ, വിശുദ്ധ അൽഫോൺസാമ, വാഴ്ത്തപ്പെട്ട സക്കറിയാസ്, വാഴ്ത്തപ്പെട്ട ഔറേലിയൻ, വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ള, ആഗ്നലോ, വിശുദ്ധ ജോസഫ് വാസ്, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ഫാദർ തിയോഫിൻ, വിശുദ്ധ എവുപ്രാസിയമ്മ, തേവറകാട്ടിൽ കുഞ്ഞച്ചൻ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ മദർ തെരേസ, മദർ ഏലീശ്വ, മദർ പേത്ര. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ എഴുതുക. എങ്ങനെയൊക്കെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് എഴുതി നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പുക. കാരുണ്യവാനായ ദൈവമേ, ഭാരതസഭയെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. ഭാരതസഭയിൽ നടന്ന മിഷൻ പ്രവർത്തനങ്ങളെപ്പോലെ ഇനിയും അങ്ങയുടെ സുവിശേഷം അനേകമിടങ്ങളിലേക്ക് എത്തുവാനുണ്ട്. അതിനായി ഇറങ്ങി പുറപ്പെടുവാൻ, പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.